നമസ്കാരം. വധശിക്ഷയും കാത്ത് ജയിലിനകത്ത് കഴിഞ്ഞിരുന്ന ഒരു വാകേരി ബാലകൃഷ്ണനോ മറ്റൊരാളുണ്ടായിരുന്നു. അങ്ങനെ തൂക്കിക്കൊന്നു. ആ ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി ആ ത്രെഡ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയ സിനിമയാണ് സതയം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയിൽ മോഹൻലാലാണ് അഭിനയിച്ചത്. മോഹൻലാലിനെ തൂക്കിയെല്ലാം വിധിക്കുന്നു. ഒരിക്കൽ വിധിക്കുന്നു, നീട്ടിവെക്കുന്നു, പിന്നെ വിധിക്കുന്നു, അദ്ദേഹം താഴ്ന്ന കാസ്റ്റുകാരനാണ്, നീട്ടിവെക്കുന്നു. ഇങ്ങനെ പലപ്പോഴായിട്ട് പല കാരണവശാൽ നാളെ തൂക്കിക്കൊല്ലും, ഇന്ന് നീട്ടിവെക്കും, നാളെ തൂക്കിക്കൊല്ലും, ഇന്ന് നീട്ടിവെക്കും. അവസാനം മോഹൻലാൽ പറയുന്നൊരു ഇതുണ്ട്, സാറേ ഇതാണ് സഹിക്കാൻ പറ്റാതെ, നിങ്ങൾ എന്നെ കൊണ്ട് തൂക്കിക്കൊല്ല്. ഇവിടെ പലർക്കും എന്നെ തൂക്കിക്കൊന്ന് കാണാൻ അവിടെ ഒരു വാർഡൻ തന്നെയുണ്ട്, അവിടുത്തെ ജയിലറുണ്ട്, അയാൾ തിലകനാണ് അഭിനയിക്കുന്നത്. എന്നെ വേഗത്തിലൊന്നും തൂക്കിയുമില്ല സാറേ, അല്ലെങ്കിൽ ഇയാൾ ഹാർട്ട് അറ്റാക്കായിട്ട് ചാവുമെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഗൾഫിലെ സ്ഥിതി അതാണ് ഞാൻ പറയുന്നത്. ഒരു യുദ്ധം കൂടെ ഉണ്ടായി, യുദ്ധത്തിൽ എന്തൊക്കെയാണ് നാശമായിട്ടുള്ളതെല്ലാം കഴിഞ്ഞ് ആ യുദ്ധം കൂടെ അവസാനിച്ച സമാധാനമായി. ഇതിപ്പോൾ അതല്ല സ്ഥിതി. യുദ്ധം നമ്മളുടെ കുതിരവട്ടം പപ്പ് നടന്നു പോകുന്നത് വെള്ളം വെള്ളം എവിടെ വെള്ളം എന്ന് പറയണ പോലെ യുദ്ധം ഞെട്ടിത്തെരിച്ചു. എല്ലാ വാതിലുകളും അടച്ചു, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഉടനെ തന്നെ സൈറൻ മുടങ്ങി, എല്ലാവരെയും മനസ്സിലൊരു പാനിക് അവസ്ഥ. അത് കഴിഞ്ഞാൽ അതില്ലാതായി. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും യുദ്ധം. ഉടനെ തന്നെ വാതിലുകൾ അടച്ചു, അവിടെ കാറുകൾ പുറത്തിറങ്ങാണ്ടായി, പേടിച്ചിരിക്കുന്നു. ആ സമയത്ത് അപ്പുറത്തൊരാൾ കീഴ്ശ്വാസം വീണ ശബ്ദം കേട്ടി ഉടനെ തന്നെ ബോംബ് പൊട്ടിയതാണോ എന്ന് സംശയിക്കേണ്ട ഗതികേട്. നമ്മൾ പറയാറില്ലേ, കരുവാൻ്റെ ആലയല്ലേ, കരുവാനല്ലേ അതോ കരുവാന അതാവട്ടെ, ഇരുമ്പ് പണിക്കാരൻ, അയാളുടെ ആലയിലിരിക്കുന്ന മുയലിൻ്റെ പോലെയാണ്. അയാൾ ഓരോ പ്രാവശ്യം അടിക്കുമ്പോൾ മുയൽ ഞെട്ടും, ഓരോ പ്രാവശ്യം അടിക്കുമ്പോൾ മുയൽ ഞെട്ടും. ആ അവസ്ഥയാണ് ഇപ്പോൾ ഗൾഫിനുള്ളത് എന്നർത്ഥം. ഒരു കാലഘട്ടത്തിൽ 10-100 വർഷങ്ങൾക്ക് മുമ്പല്ല കേട്ടോ, ഒരു 30-40 വർഷങ്ങൾക്ക് മുൻപുള്ള ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും സുവർണ ഭൂമിയായിരുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ലക്ഷ്മിയുടെ അനുഗ്രഹം, വേണ്ടത്ര ധനം. അതുകൊണ്ട് അവിടെ പോകുന്ന ആളുകൾ തമ്മിൽ അടിയും തല്ലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്കും വേണ്ടത്ര ശമ്പളം, അയാൾക്കും വേണ്ടത്ര ശമ്പളം, അയാളുടെ വീട്ടിലേക്കും വേണ്ടത്ര പൈസ അയക്കുന്നു. അവിടെ നിന്ന് സുഖം, ഇവിടെ സുഖം. പണ്ടത്തെ പോലെ ലെറ്റർ അയച്ച് അവിടെ നിന്ന് ലെറ്റർ അയച്ചാൽ ഇവിടെ കിട്ടാൻ 60 ദിവസം, ഇവിടെ നിന്ന് ലെറ്റർ അയച്ചാൽ അവിടെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ല. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. മൊബൈലെടുത്ത് ടക്ക് അടിയുമ്പോൾ അവിടെ നിന്ന് മാനേ ബഷീറേ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഉമ്മ, എന്താ ഉമ്മ റംസാനല്ലേ, നീ വരുന്നുണ്ടോടെ, അപ്പം തന്നെ കിട്ടുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ അന്യദേശത്ത് പോയിട്ട് ജീവിക്കുന്നൊരു ഗതികേടെന്നുള്ള അർത്ഥം വരുന്നില്ല അവിടെയുള്ള അമീർമാരും ഷെയ്ഖുമാരും ഖലീഫമാരും അതുപോലെ തന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞ ആളുകൾ. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ലോക ചരിത്രം പറയുന്നതിന് ഇന്ത്യ ചരിത്രമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരേടല്ല 100 ഏടുകളുണ്ടെങ്കിൽ അതിൽ 50 ഏടും ഗൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വാസ്തവത്തിൽ ഗൾഫിൽ ഓണാഘോഷം നാട്ടിനേക്കാൾ വലിയ ഓണാഘോഷം അവിടെ. നാടിനകത്ത് ഓണാഘോഷം വരുമ്പോൾ ചൊറിച്ചിലും മാന്തലല്ലേ, ഓണം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സിംഹറുൾ ഫക്ക് എന്ന് പറഞ്ഞ തെമ്മാടി വന്ന് അവൻ പറഞ്ഞു ഓണം ഡിപ്ലോമാറ്റായിട്ടാണ് നാട്ടിലേക്ക് തിരികാൻ പാടുള്ളൂ. ഇപ്പം ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ അവിടെ ഞണ്ണാൻ പോയിരിക്കുന്ന സകലമാന പേരും 100 പേര് വിളിച്ചിട്ട് 99 പേരും ഈ വർഗ്ഗങ്ങളാണ്. ഓണം ആഘോഷിക്കരുത്, ഡിപ്ലോമാറ്റായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുന്നവൻ അവിടെ വരെ പോയിട്ടുണ്ട്. അവനെ അവരവിടെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പൈസ നമ്മളുടെയാണ് കേട്ടോ. അപ്പോൾ അതെന്തോരം ആവട്ടെ, ഇപ്പോൾ അവിടെ ഓണാഘോഷമുണ്ട്, ഷാർജയിൽ ഇമ്മടെ തൃശ്ശൂർ പൂരമുണ്ട്, വിഷുണ്ട്, തിരുവാതിരയുണ്ട്. അവരെല്ലാവരും അതിന് അവകാശവും കൊടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇന്നലെ. പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഗൾഫ് രാജ്യത്തിലെമ്പാടും. കാരണം എന്താണ്, ഇന്നലെ ട്രംപ് ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ യുദ്ധം തുടങ്ങിക്കോ. അന്ന് രാത്രി അയാൾക്കൊരു വെളിപാട്, യുദ്ധം തുടങ്ങിക്കോ. അപ്പോൾ ഒത്തുതീർപ്പോ അത് ക്യാൻസൽ ചെയ്തോ. ഉടനെ തന്നെ കുറേ ബോംബ് കൊണ്ടിട്ടു. ഇറാനിൽ കുറേ ബോംബ് കൊണ്ടിട്ടു. ഇറാൻ എന്ത് ചെയ്തു, ആ ബോംബൊക്കെ എടുത്ത് UAE മേലെയും സൗദിയുടെ മേലെയും ഖത്തറിൻ്റെ മേലെയും മറ്റേ കുവൈറ്റിൻ്റെ മേലെയും കൊണ്ടിട്ടു.
ഒരു കോമഡി യുദ്ധം. UAE മിസൈൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. പ്രവാസികളടക്കമുള്ള ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ UAE അധികൃതർ നിർദ്ദേശിച്ചു. നമ്മൾ കേരളീയരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ബംഗാളികളുണ്ട് അവിടെ, ബീഹാറികളുണ്ട് അവിടെ, ഒറിയക്കാരുണ്ട് അവിടെ, പാകിസ്ഥാനികളുണ്ട് അവിടെ, ടർക്കിക്കാരുണ്ട്. ഇതൊന്നും നമുക്കത് പറയേണ്ട ആവശ്യമില്ല. അവിടെ പറയാൻ പോകുന്ന കേരളീയരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കേരളീയരോട് പറഞ്ഞിരിക്കുകയാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കോളാൻ. ദുബായ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് അറിയോ? തൃശ്ശൂർ ജില്ലയുടെ വലിപ്പമുണ്ടോയെന്ന് സംശയമാണ്. ആരോ പറഞ്ഞ് ദുബായ് ടൗണിൽ ചുറ്റി നടക്കാൻ വേണ്ടി ഒരു സൈക്കിൾ എടുത്ത് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ ദുബായ് മുഴുവൻ കണ്ടുവരാം. ആ ദുബായിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അബുദാബിയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രവാസികളോട് പറയുകയാണ്, പ്രവാസികളോട് പറഞ്ഞാൽ നിങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കോളും. ജനങ്ങളോടാണ് പറയുന്നത്. പ്രവാസികൾ എവിടേക്കാണ് മാറുക? പോട്ടെ, ഇനി അവിടുത്തെ പ്രജകൾ, അവിടുത്തെ സിറ്റിസൺസ് എവിടേക്കാണ് മാറുക? വേറെ എവിടെയും പോകാൻ പറ്റുമോ? വേറെ എവിടെയും പോകണമെങ്കിൽ വിസ അടിക്കണ്ടേ പോകണമെങ്കിൽ? അവർക്ക് ഗതി കെട്ടിട്ട് അവിടെ തന്നെ താമസിക്കാനേ പറ്റുള്ളൂ. ബോംബ് വന്ന ബോംബ് തലയിൽ വീണിട്ടെ പൊട്ടട്ടെ വിധി എന്ന് നിൽക്കാനേ പറ്റുള്ളൂ. പക്ഷേ പ്രവാസികളുടെ സ്ഥിതി അതല്ല. കേരളത്തിൽ നിന്ന് പോകുന്ന പ്രവാസി എന്ന ഡെസ്റ്റിനേഷൻ വരുന്ന ആളുടെ സ്ഥിതി അതല്ല. അവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ പറ്റും. ഏതാണ് അവരുടെ സുരക്ഷിത സ്ഥാനം? കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി. അതാണ് സുരക്ഷിത സ്ഥാനം. രാജ്യത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ മിസൈൽ ഭീഷണി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുവരെല്ലാം അവർ കൊണ്ടിട്ടത് മുഴുവൻ ബേസുകളിലാണ് കൊണ്ടിട്ടിരുന്നത്. അമേരിക്കൻ ബേസുകളിൽ അവർ അതിൻ്റെ തലയിൽ കൊണ്ട കാര്യങ്ങൾ ഇട്ടിരുന്നത്. ഇനിയിപ്പോൾ അവിടേക്കല്ല കാര്യങ്ങൾ വരുന്നത്. അവിടെ നടക്കുന്ന ഇറാൻ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം, ഇവരങ്ങോട്ട് പോകുമ്പോഴും അവരിങ്ങോട്ട് പോകുമ്പോഴും, ഹൂത്തികൾ ഇങ്ങോട്ട് പോകുമ്പോഴും, മറ്റേ ലെബനനിലുള്ള ആ ഗ്രൂപ്പുകാർ ഇങ്ങോട്ട് പോകുമ്പോഴും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ യുദ്ധം ആർക്കെതിരെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയില്ല. പക്ഷേ യുദ്ധം നടക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ ഒരു കൾമിനേഷൻ്റെ സമയം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നാളെ ആരോ പറഞ്ഞു, അത് അമേരിക്കയിലെ തന്നെ ഒരു സെൻട്രോ മറ്റോ പറഞ്ഞു, ട്രംപ് വേണ്ടി വന്നാൽ ആറ്റം ബോംബ് ഉപയോഗിക്കുന്നു. കാര്യങ്ങൾ അവിടേക്ക് എത്തി നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ പണ്ടൊക്കെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയും ഗംഭീരമായിരുന്നു. ഒരു മിസൈൽ വരുമ്പോൾ, ഡ്രോൺ വരുമ്പോൾ ഇവിടെ തന്നെ വെടിവെച്ചിടുന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും കുറച്ച് പേര് 1-2 മരിച്ചിട്ടൊക്കെ ഉണ്ട്. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അതറിയിച്ചു എന്നർത്ഥം. ശത്രുക്കൾ എപ്പോൾ വേണി വരാൻ സാധ്യതയുണ്ടോ? ഞാൻ നമ്മുടെ വീടിന് അത് കൊടുവാളും വാളും ഒറ്റക്കുഴൽ തോക്കുകയും സൂക്ഷിക്കുന്ന പോലെ എന്തൊരു സമാധാനം ഉണ്ടാകുക? സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് തുടരണമെന്ന ഔദ്യോഗിക മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണോ അത് പിന്തുടരുമെന്ന് അറിയിച്ചു. ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ? വാതിലുകൾ കൊട്ടിയടയ്ക്കണം. പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്ത് കൂട്ടുകൂടിയിരിക്കാൻ പറ്റില്ല. ദുബായ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കാണാനും കേൾക്കാനും വേണ്ടത്ര, ദുബായ് മൊത്തം ഒരു എക്സിബിഷൻ ഗ്രൗണ്ടാണത്. പിന്നെ അവിടെ എക്സ്പോ നടക്കുന്നുണ്ട്, ഗ്ലോബൽ വില്ലേജ് ഉണ്ട്. പക്ഷേ ഗ്ലോബൽ വില്ലേജ് ഒരു പർട്ടിക്കുലർ സ്ഥലമാണ്. പക്ഷേ ദുബായ് മൊത്തത്തിൽ ഗ്ലോബൽ വില്ലേജാണ്. അബുദാബി, ദുബായ് എന്നൊക്കെ മൊത്തത്തിൽ ഗ്ലോബൽ വില്ലേജാണ്. കാണാനുള്ളതേ അവിടെയുള്ളൂ. പക്ഷേ പുറത്ത് കിടക്കരുത്. ദുബായ് അല്ലേ, ഞാൻ ദുബായ് എന്ന് പറയുന്നത് പശ്ചിമേഷ്യൻ GCC കൺട്രീസിനെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. എവിടെയാണ് എപ്പോഴാണ് ഇറാൻ്റെ തണ്ടിയക്കൊല വീഴുന്നതെന്ന് അറിയില്ല. അതാണ് അവിടുത്തെ സ്ഥിതി. ആയതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനം കേരളത്തിൽ നിന്ന് പോയ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ സുരക്ഷിത സ്ഥാനം നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ. അമേരിക്കയിൽ ജോലി ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയർ, അയാളുടെ ഭാര്യ എഞ്ചിനീയർ, ഭർത്താവ് എഞ്ചിനീയർ, ഭാര്യയും എഞ്ചിനീയറാണ്. അവരെന്ത് ചെയ്തു? അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ട് അവരെന്തോ ഒരു ചെറിയൊരു പച്ചക്കറി പീടിയോ മാളോ മറ്റോ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞ സുഖം അന്യരാജ്യത്തല്ല. ട്രംപ് നിയമങ്ങൾ മാറ്റുമ്പോൾ നമ്മൾ കിടന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിൽ പൂട്ടിയിടാം, എപ്പോൾ വേണമെങ്കിൽ തുറക്കാം. ഉച്ചയ്ക്കും കാലത്തും വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ആഹാരം കഴിക്കാം, മക്കളെ കണ്ട് ജീവിക്കാം, അമ്മയും അച്ഛനെയും കണ്ട് ജീവിക്കാം. ഒരു ബാങ്ക് ജോലിക്കാരൊരു പെൺകുട്ടി മുട്ടക്കച്ചവടം ആരംഭിച്ചു. ഇപ്പോൾ ദിവസം 2000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം മോശമല്ല കേട്ടോ. പക്ഷെ ആളുകളുടെ സ്ഥിതി എന്താ? ഭയമാണ്. ഗൾഫിലുള്ള ആൾക്കാർ ഗൾഫ് വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ വന്നാൽ പട്ടിണി കിടക്കും എന്നുള്ളൊരു ഭയം ആയതുകൊണ്ട് അവർ വരുന്നില്ല. ആയതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ 2 കാര്യമാണ് പറയാനുള്ളത്. അവിടെയുള്ള ആൾക്കാർ ഏറ്റവും വേഗത്തിൽ തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുക.
ഇവിടെ ഇനി ആരെങ്കിലും വേഴാമ്പലിനെ പോലെ വിസയും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നിർത്തി വെച്ചേക്കുക. അന്യദേശമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥലമായി മാറി. എല്ലാം ഉണ്ട്, പക്ഷെ എന്താണ്, ആരോ പറഞ്ഞ പോലെ മറ്റേ ആരോഗ്യമുണ്ട്, കൽവി ഇരിക്കുന്നത്, ശെൽവം ഇരിക്കുന്നത്, വീരം ഇരിക്കുന്നത്. കൽവി ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ വൈസ് ഇറ്റ് ഇസ് ഓക്കെ. കൽവി ഇരിക്കുന്നത്, ശെൽവം ഇരിക്കുന്നത്, വെൽത്ത് വൈസ് ഇറ്റ് இஸ் ஓகே. எஜுகேஷன் இருக்குது, கல்வி இருக்குது, செல்வம் இருக்குது, வீரம் இருக்குது, ஆரோக்கியம் எல்லாம் ஓகே. ஆனால் நிம்மதி மட்டுം கிடையாது, സമാധാനം ഇല്ല കേട്ടോ. ഇതാണിപ്പോൾ ഗൾഫിൻ്റെ സ്ഥിതി. ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? അപ്പോൾ അതിനെന്താ വേണ്ടത്? കൽവി പോട്ടെ, ശെൽവം പോട്ടെ, വീരം പോട്ടെ, സമാധാനമല്ലേ വലുത്? അത് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. കേരളത്തിന് മാത്രമാണ് കുറച്ച് കുറവുള്ളത്. അതിന് അധികാരം ഉണ്ടാവില്ല. ഇവിടെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള കുറേ ആൾക്കാരാണ് മതത്തിൻ്റെ പേരും പറഞ്ഞ് ചൊറിയാനും മാന്താനും നടക്കുന്നത്. 22 പേരുള്ള MLA കിട്ടിയോട് കാണിക്കുന്ന തെമ്മാടിത്തരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഹിന്ദുക്കളെ മുഴുവൻ ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അധികം നീണാൾ വാടില്ല. ആയതുകൊണ്ട് കേരളമാണ് നല്ല ഭൂമി. നിങ്ങളുടെ കേരളത്തിലേക്ക് മടങ്ങുക. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ധാരണാപത്രത്തിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇതിൻ്റെ പിന്നാലെയാണ് UAE പുതിയ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. UAE അവസാനമായിട്ട് മിസൈൽ മുന്നറിയിപ്പ് ലഭിച്ചത് മെയ് മാസത്തിലായിരുന്നു. ഇപ്പോൾ മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റായി. മെയ്യിലായിരുന്നു. ജൂണിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് തെറ്റായിട്ടുള്ള മിസൈൽ മുന്നറിയിപ്പുകളും മൊബൈൽ ഫോണുകളിൽ എത്തിയിരുന്നു അത്രേ. അത് മതിയല്ലോ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ അത് മതിയല്ലോ. ഏതായാലും ഫെബ്രുവരി 28 മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു UAE. അവർക്ക് അതേ പറ്റൂ. അമേരിക്ക ഇവിടെ ബോംബിടുമ്പോൾ ഇവർക്ക് അമേരിക്കയിൽ പോയിട്ട് ബോംബിടാൻ പറ്റില്ല. അമേരിക്ക വന്നല്ല ബോംബിടുന്നത്. അമേരിക്ക ഇവിടെ ബേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെ വന്നിട്ടാണ് അവർ ബോംബിടുന്നത്. അപ്പോൾ ആ ബേസുകളല്ലേ തകർക്കാൻ പറ്റുള്ളൂ. നിരവധി തവണ UAE അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ട് ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാൻ ആക്രമണം നടത്തി. ജൂണിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായതിനു ശേഷം UAE മിസൈൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഉണർന്ന സമയത്ത് ട്രംപിന് തോന്നി ഇനിയിപ്പോൾ ധാരണയും കീരണയൊന്നും വേണ്ട, അങ്ങട് ഭൂഷന്നെ എന്ന് അങ്ങനെക്ക് തോന്നി. ഇന്നാണ് ഇപ്പം അതിൻ്റെ ദിവസം, തിങ്കളാഴ്ച. എല്ലാവരും പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്നു. ട്രംപിൻ്റെ ബുദ്ധി ആ രീതിയിൽ തിരിയാതെ ധാരണാപത്രം പുതുക്കുന്ന കാര്യത്തിൽ സന്ധി സംഭാഷണങ്ങൾ തുടരുന്ന ആ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണുള്ളത്. യുദ്ധം നടത്തുന്നവർക്ക് മാത്രമല്ല, ഇറാനും ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മാത്രമല്ല, പ്രവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ UAE അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എല്ലാവരും പ്രാർത്ഥന അതാണ്. അവരാണ് യുദ്ധം നടത്തുന്നത്. പ്രാർത്ഥന ഇവിടെയാണ്. കാരണം എന്താണ്? അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ എന്തായാലും 50-60 വർഷമായിട്ട് നമ്മൾ സ്വപ്നഭൂമിയായിട്ട് കണ്ടിരുന്ന പേർഷ്യ, ദെൻ ദുബായ്, ദെൻ സൗദി, അതൊന്നും ഇപ്പം അങ്ങനെ അല്ലാതായി തീർന്നു കഴിഞ്ഞു കേട്ടോ. നമസ്കാരം.